ക്ഷേത്ര സൗന്ദര്യം ഇവിടെ മനോഹരമായി നിലകൊള്ളുകയാണ്. ചെറിയ തടിയിൽ താങ്ങിയിട്ടുള്ള കഴുക്കോലുകളിൽ, പല വർണ്ണങ്ങളുള്ള ചുമരുകളിൽ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ സൗന്ദര്യം എടുത്തു പറയത്തക്കതായി മനോഹാരിതയോടുകൂടി തന്നെ നിൽക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ ഉടനീളം അപൂർവമായ ഒരു സാന്നിധ്യമാണ് വാമന മൂർത്തി സങ്കല്പം. പ്രതിഷ്ഠാ രീതിയിൽ ഈശ്വര ചൈതന്യമായി നിലകൊള്ളുന്ന ക്ഷേത്രഭൂമികളാണ് അപൂർവം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ മഹാവിഷ്ണുവിൻ്റെ ദശാവതാര ചൈതന്യം വൈഷ്ണവ മതവിശ്വാസികളെ മാത്രമല്ല, എല്ലാ ഹിന്ദു മതത്തിൻ്റെ അതൊരു ജീവിതചര്യയായി കരുതുന്ന എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെ ദശാവതാര ചൈതന്യം ആപത്തിൽ രക്ഷിക്കുവാൻ ഈശ്വരൻ നമ്മോടൊപ്പമുണ്ട് എന്ന ആ ഒരു ഉറച്ച വിശ്വാസത്തിൻ്റെ പ്രതീകം കൂടിയാണ്. എന്നാൽ നാം വാമനക്ഷേത്രങ്ങളിൽ അധികവും കടന്നു ചെന്നിട്ടില്ല എന്ന് നാം ഇന്നലെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. നാം ഇപ്പോൾ കാഞ്ചീപുരത്തെ യാത്രകൾ കഴിഞ്ഞ് മടങ്ങിയെത്തിയിട്ടേ ഉള്ളൂ. കാഞ്ചീപുരത്ത് വാമന ക്ഷേത്ര സങ്കല്പം അല്ലെങ്കിൽ വാമന സംബന്ധിയായ അല്ലെങ്കിൽ ഈ ഒരു ഐശ്വര്യവും അവതാരവുമായി ബന്ധപ്പെട്ട ഒരു സങ്കല്പം കാണുവാനുള്ള അവസ്ഥ നമുക്കുണ്ടായി. ഉലകളന്ത പെരുമാൾ കോവിൽ എന്നായിരുന്നു ആ ക്ഷേത്രത്തിൻ്റെ പേര്. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനായില്ല എങ്കിലും ഉലകളന്ത പെരുമാൾ കോവിലിൻ്റെ രാജഗോപുരം ഞങ്ങൾ കണ്ടു. കാമാക്ഷി അമ്മൻ കോവിലിന് വളരെ അടുത്തായാണ് ഈ രാജഗോപുരമുള്ളത്. ഉലകളന്ത പെരുമാൾ, മനോഹരമായൊരു പേരല്ലേ. ഈ പേരിൽ നിന്ന് തന്നെ ഈശ്വരൻ വാമനമൂർത്തിയാണെന്ന് മനസ്സിലാക്കുവാനാകും. ഉലകിനെ അളന്ന ഭഗവാൻ എന്നാണ് ഉലകളന്ത പെരുമാൾ എന്ന് പറയുമ്പോൾ അർത്ഥം. ഭൂമിയെയും സ്വർഗത്തെയും പാതാളത്തെയും അളന്നെടുത്ത ഭഗവാൻ എന്നർത്ഥം. ഉലകളന്ത പെരുമാൾ കോവിലിൻ്റെ രാജഗോപുര കാഴ്ച കണ്ടുകൊണ്ട് ഇങ്ങ് കേരളത്തിലെ കോട്ടയം ജില്ലയുടെ ഭാഗമായ വെള്ളൂർ വാമനസ്വാമി ക്ഷേത്രഭൂമിയിൽ എത്തി നിൽക്കുന്ന നാം നന്ദികേശ്വരം രാമം രാമം ഹയഗ്രീവം ഭീമം രൗദ്രം ഭവോദ്ഭവം ശ്രീപതിം ശ്രീധരം ശ്രീശം മംഗളം മംഗളായുധം. വെല്ലൂർ ശ്രീ വാമനസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉപദേവത മൂർത്തി വിശേഷങ്ങളെക്കുറിച്ചുള്ള അറിവും കാഴ്ചയുടെ സൗന്ദര്യവും മനോഹാരിതയും മോക്ഷവും നാം നേടിയെടുക്കേണ്ടത് ആദ്യം തന്നെ നാലമ്പലത്തിനുള്ളിൽ നിന്നാണ്. ശ്രീകോവിലിൻ്റെ വിശേഷങ്ങൾ മുഴുവനും പറഞ്ഞ് അതിനുള്ളിൽ കുടികൊള്ളുന്ന സർവ്വലോകത്തെയും കാത്തുരക്ഷിക്കുവാൻ ശക്തിയുള്ള മഹാവിഷ്ണു ചൈതന്യത്തെക്കുറിച്ച്, വാമനമൂർത്തിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു നാം. അതിനോട് ചേർന്ന് ശ്രീകോവിലിനോട്, ഗജപൃഷ്ഠാകൃതിയിലുള്ള ശ്രീകോവിലിനോട് ചേർന്ന് ഒക്കത്ത് ഗണപതിയായി സങ്കല്പം നിലകൊള്ളുന്നുണ്ട്. സാധാരണ ശിവക്ഷേത്രങ്ങളാണ് ഒക്കത്ത് ഗണപതി സങ്കല്പമുള്ളത്. എന്നാൽ ഇവിടെ നാലമ്പലത്തിനകത്ത് പ്രധാന മൂർത്തി നിലകൊള്ളുന്ന വലിയ ഗർഭശ്രീകോവിൽ, 3 തട്ടുകളായുള്ള ഗർഭശ്രീകോവിൽ, അതിനു പുറമേ നമുക്ക് കാണുവാനാകുന്ന ഉപദേവതാ ചൈതന്യ വിശേഷം ഒക്കത്ത് ഗണപതി സാന്നിധ്യവും ശിവസാന്നിധ്യവും നാഗരാജ സാന്നിധ്യവുമാണ്. ഇത് 3ഉം നന്നേ ചെറിയ ശ്രീകോവിലാണ് സാന്നിധ്യമരുളുന്നത്. 3 വിഗ്രഹരൂപങ്ങളും പഞ്ചലോഹത്താൽ അലേഖനം ചെയ്ത രീതിയിൽ മനോഹരമായി തന്നെയാണ് കാണുവാനാകുന്നത്. സ്വർഗവാതിലുകൾ തുറക്കുന്ന ഏകാദശിയുടെ വ്രതം നോക്കുന്ന ഭക്തന് മുഴുവൻ അനുഗ്രഹവും നൽകുന്ന മഹാവിഷ്ണു ചൈതന്യം, പ്രത്യേകിച്ചുള്ള 3 തട്ടുകളിലായുള്ള വളരെ ഉയരം കൂടിയ ശ്രീകോവിലിൽ നിലകൊള്ളുമ്പോൾ അതേ പ്രത്യേകതയുള്ള ശ്രീകോവിലിന് അടുത്ത് ഗണപതിയും മഹാദേവനും നാഗരാജാവും സാന്നിധ്യമരുളുമ്പോൾ കേരളത്തിനെ എല്ലാ കാലത്തും സംരക്ഷിച്ചു പോകുന്ന എല്ലാ ഈശ്വര സാന്നിധ്യങ്ങളെയുമാണ് നാം പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നത്. അങ്ങനെ ഉപദേവത ശക്തി സാന്നിധ്യത്തിൻ്റെ മുഴുവൻ സവിശേഷതകളും ഇവിടെ ആരംഭിക്കുന്നു. അല്ലെങ്കിൽ ഈ കാഴ്ചകൾ നാം ഇവിടെ കണ്ടു തുടങ്ങുന്നു. ഭൂമിമംഗളം ഗഗനമംഗളം വായുമംഗളം അഗ്നിമംഗളം सूर्यमंगलम चंद्रमंगलम दिवसमंगलम रात्रिमंगलम देहमंगलम गेहमंगलम भावमंगलम प्रेममंगलम मंगलम 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 വീരാളിയും പോരാളിയും ഗൃഹസ്ഥാശ്രമിയും സന്യാസിയുമായി നിന്ന്
എൻ്റെ അകത്തും നിൻ്റെ അകത്തും വാഴുന്നത് ഞാൻ തന്നെയെന്ന് മനുഷ്യകുലത്തിന് പഠിപ്പിച്ച ദൈവം, ധർമ്മശാസ്താവ്. വെള്ളൂർ വാമനസ്വാമി ക്ഷേത്രത്തിലെ ഉപദേവതാമൂർത്തി ചൈതന്യ വിശേഷങ്ങളിൽ ധർമ്മശാസ്താവിന് മുന്നിലാണ് നാം ഇപ്പോൾ. പ്രത്യേകിച്ച് കൊടിമരത്തോടു കൂടി, അതായത് പ്രധാന ക്ഷേത്രത്തിൻ്റെ ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ക്ഷേത്ര സങ്കല്പമായി കണ്ടുകൊണ്ടാണ് ധർമ്മശാസ്താവിനെ ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നത്. ശ്രീകോവിലിന് വലിപ്പം കുറവാണ് എങ്കിലും കൊടിമര സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ ശ്രീകോവിലിന് അല്ലെങ്കിൽ ഉപദേവതാ സാന്നിധ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാനാകും നമുക്ക്. ശാസ്താ ചൈതന്യത്തിന് നേരെ പുറകിലായി ദുർഗാദേവി സാന്നിധ്യമരുളുന്നു. മലകൾക്ക് മുകളിൽ വാണ ചൈതന്യം മനുഷ്യന് എങ്ങനെ നന്മയുടെ മന്ത്രങ്ങൾ ഓതിക്കൊടുത്തു എന്നതിന് ഉദാഹരണമായി അല്ലെങ്കിൽ പ്രതീകമായി ചൈതന്യമായാണ് ദുർഗാസങ്കല്പമായാലും ശാസ്താസങ്കല്പമായാലും നിലകൊള്ളുന്നത്. ഇവിടെ ചെറിയൊരു കുന്നിന് മുകളിൽ സർവ്വ ഐശ്വര്യവും നൽകിക്കൊണ്ട് മഹാവിഷ്ണു ചതുർബാഹുവായി നിലകൊള്ളുമ്പോൾ ശ്രീദേവിയും ഭൂദേവിയും ഒപ്പം നിന്ന് അനുഗ്രഹം ചൊരിയുമ്പോൾ അവിടെ ധർമ്മശാസ്താവും ദുർഗാദേവിയും സാന്നിധ്യം അരളിക്കൊണ്ട് ലോകം മുഴുവനും സുഖം നിറയട്ടെ എന്ന മനുഷ്യൻ്റെ പ്രാർത്ഥന കേൾക്കുകയാണ്. ആപതി കിം കരണീയം എന്ന ചോദ്യത്തിന് ഉത്തരമാവുകയാണ് സ്വയം. ഈ ശ്രീകോവിൽ കാഴ്ചകളും ഉപദേവതാ മൂർത്തി വിശേഷങ്ങളും ഒത്തുചേരുമ്പോൾ അതുപോലെ തന്നെ മറ്റൊരു സവിശേഷമായ കാഴ്ച ഇവിടെയുണ്ട്. അത് ഗരുഡാരൂഢനായ മഹാവിഷ്ണുവിൻ്റെ ദാരുരൂപമാണ്, തടിയിൽ തീർത്ത ശില്പം. ശില്പം എന്നാൽ വിഗ്രഹത്തിന് സമാനമായ ഒരു അവസ്ഥയുണ്ടാക്കുന്ന ഐതിഹ്യകഥ അല്ലെങ്കിൽ വിശ്വാസകഥയാണ് ഇവിടെയുള്ളത്. പണ്ട് ഈ ദേശത്ത് പാർത്തിരുന്ന വിശ്വകർമ്മജരുടെ കുടുംബത്തിൽ ആൺസന്തതികളില്ലാതിരുന്നു അത്രേ. ആൺസന്തതികൾ ഉണ്ടാകുവാൻ വഴിയെന്ത് എന്നവർ ആലോചിക്കുകയും പിന്നീട് മഹാവിഷ്ണുവിൻ്റെ ചൈതന്യത്തിൽ നിന്ന് തന്നെ അവർക്കൊരു അരുൾപ്പാടുണ്ടാവുകയും ചെയ്തു. ക്ഷേത്ര മേൽശാന്തിയാണ് നിർദ്ദേശിച്ചത് മഹാവിഷ്ണു ചൈതന്യം ഏറ്റവും ഗാംഭീര്യത്തോടുകൂടി നിലകൊള്ളുന്നൊരു ഭാവത്തിൽ ശില്പം നിർമ്മിക്കുക. അങ്ങനെ അവർ ശില്പം നിർമ്മിക്കുകയും അത് ഇന്നും ഇവിടെ സവിശേഷമായി സൂക്ഷിക്കപ്പെട്ടു വരികയും ചെയ്യും. ഉത്സവ നാളുകളിലാണ് ഈ ഗരുഡാരൂഢ മഹാവിഷ്ണു വിഗ്രഹത്തിന് പ്രത്യേകതകളേറുന്നത്. സവിശേഷമായ ഭാവത്തിൽ, പൂർണ്ണമായ ഭാവത്തിൽ, എല്ലാ പൂർണ്ണതകളും ഒത്തുചേരുന്ന രീതിയിലാണ് ഈ ദാരുവിഗ്രഹം ഇവിടെ അണിനിരന്നിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ കാഴ്ചയാകുന്നത്. ഇങ്ങനെ കാഴ്ചയാകുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒന്നാണ്, വിശ്വകർമ്മജരുടെ ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു എന്ന് മാത്രമല്ല, പിന്നീട് അവരുടെ അഭിവൃദ്ധിക്ക് കാരണമായി എന്ന് മാത്രമല്ല, ഇവിടെ ഈ പടവുകൾ കയറി ആരൊക്കെ എത്തുന്നു, ആരൊക്കെ പ്രാർത്ഥിക്കുന്നു, അവരുടെ ഓരോ പ്രാർത്ഥനയിലും മഴയാകുവാനും വെയിലാകുവാനും ഈശ്വരനുണ്ട്. എല്ലാ പ്രാർത്ഥനകളും ഭഗവാൻ കേൾക്കുന്നുണ്ട്. കേൾക്കുക മാത്രമല്ല, അനുഗ്രഹത്തിൻ്റെ മഴ പൊഴിയിക്കുന്നുമുണ്ട്. പൂക്കളുടെ ഗന്ധം കൊണ്ട്, പ്രാർത്ഥനയുടെ ധൂപം കൊണ്ട് ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും അത് അനുഭവിച്ചറിയുവാനാകുന്നു. ത്രിഭുവനാർച്ചിതം സ്വാമി ദേവതാത്മകം ത്രിനയനപ്രഭും സ്വാമി ദിവ്യദേശികം ത്രിദശപൂജിതം സ്വാമി ചിന്തിതപ്രദം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. എല്ലാ ഉപദേവത മൂർത്തി സങ്കല്പത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് ഓരോ ചെറു ശ്രീകോവിലുകളും ആ കാഴ്ചകളും ദീപ്തമാക്കുന്ന മനോവികാരങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് നാം ഇതാ വീണ്ടും നാലമ്പലത്തിന് അകത്ത് എത്തി നിൽക്കുന്നു. അതായത് വെല്ലൂർ ശ്രീ വാമനസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രധാന കാഴ്ചയായ ശ്രീകോവിൽ കാഴ്ച കാണുവാനാകുന്ന ദേശത്ത് നാം വീണ്ടും എത്തി നിൽക്കുന്നു. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ മഹാത്മ്യത്തെക്കുറിച്ച് എടുത്തു പറയുന്ന വേളയിൽ പ്രതിഷ്ഠ എങ്ങനെയാണോ നിലകൊള്ളുന്നത് അതിന് സമാനമായ രീതിയിലുള്ള ശില്പം സോപാനത്തിൻ്റെ ഒരു വശത്ത് ഉള്ള ചുവരിൽ കാണുവാനാകും എന്നും പറഞ്ഞു. മറുവശത്ത് നടരാജ ചൈതന്യവും ഗണേശ രൂപവും നാഗചൈതന്യങ്ങളും കാണുവാനാകും. ഇതും ഈ ശ്രീകോവിലിലെ മുഴുവൻ ചൈതന്യങ്ങളും വിഗ്രഹ ചൈതന്യങ്ങളെയും ശില്പരൂപത്തിൽ സോപാനത്തിൻ്റെ ഇരുവശങ്ങളുമായി ആവാഹിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുമാത്രമല്ല, ശ്രീകോവിലിൻ്റെ അവിടവിടങ്ങളിലായി പത്തി വിടർത്തിയ നാഗരൂപങ്ങളുമുണ്ട്. ശില്പ വൈദഗ്ധ്യത്തിൻ്റെ പ്രത്യേകത കൊണ്ടും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെ ഗാംഭീര്യത്തോടു കൂടി അതുപോലെ തന്നെ ഭക്തിയുടെ ലേശം ഭയം കലർന്നൊരു ഭാവത്തോടു കൂടി ഭക്തിയെ മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടാണത്രേ ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ശ്രീകോവിലേക്ക് എത്തിയാൽ തന്നെ വലം വയ്ക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ പടിഞ്ഞാറ് ഭാഗത്തായി ഉയർന്നു നിൽക്കുന്ന വലിയ അരയാൽ, ആ അരയാലും ഈ ക്ഷേത്ര കാഴ്ചയും പിന്നീട് ഗജപൃഷ്ഠ ആകൃതിയിലുള്ള ശ്രീകോവിലും ഒക്കെ ചേർന്ന് മനോഹരമായൊരു ഭാവം, അത് ഭയം കലർന്നതല്ല, അതിലേറെ സവിശേഷമായ ഭക്തിഭാവം കലർന്ന ഒരു വിശ്വാസം നമ്മിലേക്ക് ഉയർന്നു വരുന്നു. പുരാതനമായ ഒരുപാട് കാഴ്ചകളിലൂടെ ഒത്തുചേരുന്നുണ്ട്. എന്നാൽ ഈ അരയാൽ നൽകുന്ന ഭക്തി മന്ത്രങ്ങൾക്കൊപ്പം തന്നെ മറ്റു ചില സവിശേഷതകൾ കൂടി, ശ്രീകോവിൽ സവിശേഷതകൾ കൂടി അറിയുവാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് കാണാം, ഗജപൃഷ്ഠ ആകൃതിയിലാണ് ശ്രീകോവിൽ. എന്നാൽ ക്ഷേത്രം നിർമ്മിക്കുന്ന കാലത്ത് ക്ഷേത്രത്തിൻ്റെ കാര്യക്കാരെല്ലാം കൂടി വലിയ തർക്കത്തിലായിരുന്നു അത്രേ. ഊരായ്മക്കാരെല്ലാം ഒത്തുചേർന്ന് വലിയ തർക്കത്തിലായി. ചിലർക്ക് വൃത്താകൃതിയിലുള്ള ശ്രീകോവിൽ വേണമായിരുന്നു, മറ്റു ചിലരാകട്ടെ ശ്രീകോവിൽ ചതുരാകൃതിയിൽ വേണമെന്ന് ശഠിച്ചു. ഇനിയും ചിലർ ദീർഘചതുരാകൃതിയിലായിക്കോട്ടെ എന്ന് കരുതി.
ഇങ്ങനെ തർക്കം മൂത്തു വന്നപ്പോൾ പെരുന്തച്ഛൻ തന്നെ നേരിട്ട് ഇവിടെ വരികയും എല്ലാവരുടെയും ആവശ്യങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഗജപൃഷ്ഠാകൃതിയിൽ ഈ ശ്രീകോവിൽ നിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെ വൃത്താകൃതിയും ചതുരാകൃതിയും ദീർഘചതുരാകൃതിയും എല്ലാം ഒത്തുചേരുന്ന ഒരു പ്രത്യേക ശ്രീകോവിൽ നിർമ്മാണ രീതിയായി ഇത് മാറുകയും ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനാകുന്നത് പെരുന്തച്ഛനാണ് ഇവിടെ ശ്രീകോവിൽ പണി കഴിപ്പിച്ചത് എന്ന്, ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്നൊരു വിശ്വാസം കൂടി നിലനിൽക്കുന്നു എന്നാണ്. ഏതായാലും വളരെ പണ്ടൊരു കാലത്താണ് ക്ഷേത്രം നിലനിന്നിരുന്നത് എന്ന് മനസ്സിലാക്കുവാനായി ധാരാളം സൂചനകളുണ്ട്. അത് ക്ഷേത്രത്തിൽ ഇന്നും സൂക്ഷിച്ചിരിക്കുന്ന പുരാതനമായ വസ്തുവകകൾ കൊണ്ട് മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ നേരെ മുകൾത്തട്ടിലും അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന വാതായനത്തിൻ്റെ നേരെ മുകൾത്തട്ടിലും ദാരുവിൽ പണ്ടുകാലത്ത് അതിമനോഹരമായ ദാരുവിൽ തീർത്ത ശില്പരൂപങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു മുഖപ്പാണ് എന്ന് മനസ്സിലാക്കുവാനാകും. പക്ഷേ ഇന്ന് വളരെ കാലപ്പഴക്കം കൊണ്ട് ആ ശില്പരൂപങ്ങളെല്ലാം മാഞ്ഞുപോയി തടിക്ക് തന്നെ മറ്റൊരു ഭാവം വന്നിരിക്കുന്നത് കാണുവാനാകും. അതുകൊണ്ട് തീർച്ചയായും 1500 വർഷം പഴക്കം എന്ന് പറയുന്നത് ഒരു അതിശയോക്തി അല്ല എന്ന് മനസ്സിലാക്കുവാനുള്ള സൂചനകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ വളരെ പഴക്കം ചെന്ന് കാലഘട്ടത്തിൻ്റെ സ്പന്ദനം, ചരിത്രത്തിൻ്റെ സ്പന്ദനം വീണ്ടും നമ്മിലേക്ക് കൊണ്ടുവരുവാൻ കെൽപ്പുള്ള ഒരു മഹാക്ഷേത്രഭൂമിയിൽ കൂടി എത്തുവാനായതിൻ്റെ സുഹൃതം പരസ്പരം പങ്കുവെച്ചുകൊണ്ടാണ് ഇന്ന് വീണ്ടും വിടവാങ്ങുന്നത്. നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ എല്ലാ ശ്രേയസ്കരമായ അവസ്ഥയും ജീവിതത്തെ സ്വാധീനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. പ്രാതസ്മരാമി ഭവഭീതിമഹാത്മിശാന്ത്യൈ നാരായണം ഗരുഡവാഹനമബ്ജനാഭം ഗ്രാഹാവിഭൂത വരവാരണമുക്തിഹേതും ചക്രായുധം തരുണവാരിജപദ്മനേത്രം പ്രാതസ്മരാമി ഭവഭീതിമഹാത്മിശാന്ത്യൈ